നമ്മൾ മുമ്പേ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, വെള്ളം ആവശ്യത്തിന് കുടിക്കാത്തവർക്കാണ് ഈ കിഡ്നി സ്റ്റോൺ വരിക. അതെ അതെ അതെ, അത് എത്രത്തോളം അത് ശരിയാണ്? സത്യമാണ്. കാര്യം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിവെന്റീവ് മെഷർ വെള്ളം കുടിക്കാൻ പറയുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 2.5 ലിറ്റർ പെർ ഡേ വെള്ളം മിനിമം വേണം. ഈ വെള്ളം കുടിക്കുന്ന അധികമായ എന്തെങ്കിലും പ്രശ്നമാവും? കാരണം അമിതമായാൽ അമൃതവും വിഷമാണ്. ശരിയാണ് ശരിയാണ്. വെള്ളത്തിന്റെ കാര്യത്തിൽ ആരും അങ്ങനെ പൊതുവെ അഡ്രസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ചിലർ പേടിച്ചിട്ട് 4-5 ലിറ്റർ ഒക്കെ വെള്ളം കുടിക്കുന്നവരുണ്ട്. അവർക്ക് സോഡിയം ലെവൽ കുറഞ്ഞു പോകാറുണ്ട് ബ്ലഡിൽ. അതൊരു മെഡിക്കൽ എമർജൻസി ആയി മാറാറുണ്ട്. അതൊരു പ്രശ്നമാണ്. നമ്മുടെ ഒരു 2.5 മാക്സിമം 3 ലിറ്റർ, അതിൽ കൂടുതൽ അഡ്വൈസ് ചെയ്യാറില്ല. അത് മാത്രമല്ല, ഈ സ്റ്റോൺ ഡിസീസ് ഉള്ളവർക്ക് കിഡ്നി ഫെയിലിയർ കൂടെ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നതും പ്രശ്നമാണ്. അത് ശ്വാസം മുട്ടുണ്ടാക്കാം. ഈ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കിഡ്നിയെ എഫക്ട് ചെയ്യോ? അതായത് കിഡ്നിക്ക് ഓവർലോഡ് അതും പോസിബിൾ ആണ്. ഓവർലോഡ് വന്ന അതിന്റെ ഒരു ഗ്രേഡിയന്റ് ഉണ്ട്. കിഡ്നിയുടെ ഫിൽട്രേഷൻ ഗ്രേഡിയന്റിനെ എഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കിഡ്നി ഫംഗ്ഷനെ വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിൽ വെള്ളം കൂടി കൂടുതലായതിന്റെ പ്രശ്നത്തെക്കാളും കുറഞ്ഞ പ്രശ്നം തന്നെയാണ് കൂടുതൽ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ കിഡ്നി സ്റ്റോണിന്റെ ഒക്കെ കാര്യം, നമുക്കിപ്പോ വയറുവേദനയൊക്കെ പല രീതിയിൽ വരാമല്ലോ. അപ്പൊ ഒരാൾക്ക് എപ്പോഴാണ് ഇത് കിഡ്നി സ്റ്റോണിന്റെ വേദനയാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക? സാധാരണഗതിയിൽ അതിശക്തമായ വേദനയാണ് കിഡ്നി സ്റ്റോണിന്റെ ഒരു പ്രത്യേകത. ഒരു വയറിന്റെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡും തുടങ്ങി ഈ സൈഡിലൂടെ വന്ന് മൂത്രനാളിയുടെ അറ്റത്തേക്ക് പോകുന്ന ഒരു ടൈപ്പ് വേദന. ഇതിന്റെ കൂടെ ഛർദി ഉണ്ടാവും, പനി ഉണ്ടാവാം, ഫുഡ് കഴിക്കാൻ പറ്റാതിരിക്കുക, BP ഫോൾ, അങ്ങനെ ക്ഷീണമൊക്കെ പെട്ടെന്ന് വേഴ്സൺ ചെയ്യുന്ന കണ്ടീഷൻ വരാറുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ സിംറ്റംസ്. ഇതൊക്കെയാണ്. ഓക്കെ. സാധാരണ ഈ കിഡ്നി സ്റ്റോൺ ഏത് പ്രായത്തിലാണ് ആൾക്കാർക്ക് കണ്ടുവരിക? ഏത് പ്രായത്തിലും വരാം എന്നാണോ? ഇപ്പോഴത്തെ ഡയറ്ററി ഹാബിറ്റ്സ് വെച്ച് നമ്മൾ എല്ലാ പ്രായത്തിലും ഈ അസുഖം കാണുന്നുണ്ട്. ബേസിക്കലി നോൺ വെജ് ഡയറ്റ് കൂടുതലായതുകൊണ്ട് യൂറിക് ആസിഡിന്റെ ലെവല് ബ്ലഡിൽ കൂടുതലായി കാണുന്നതുകൊണ്ടും ബോത്ത്, അതായത് മെയിൽസിനും ഫീമെയിൽസിനും ഈക്വൽ ആയിട്ട് കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഫീമെയിൽസിൽ സ്റ്റോണിന്റെ ഇത് കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ പ്രാക്ടീസിൽ അതല്ല, നമ്മുടെ 2 പേരിലും ഈക്വൽ ആയിട്ട് കാണപ്പെടുന്നു. കിഡ്നി സ്റ്റോൺ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പൊ വേദന അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവോ? കുറച്ച് ഏർലി സ്റ്റേജിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ട്. ബേസിക് സിംറ്റം ഒരു പെയിൻ തന്നെയാണ്. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരാം ഫ്രീക്വന്റ് ആയിട്ട്, പ്രത്യേകിച്ച് കാരണമില്ലാതെ. യൂറിനറി മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയും, അത് വരാം. പിന്നെ യൂറിനില് മൂത്രത്തിൽ ബ്ലഡിന്റെ അംശം കാണാൻ സാധ്യതയുണ്ട്. ഇത് 3ആണ് മെയിൻ സിംറ്റംസ് ആയിട്ട് വരുന്നത്. പിന്നെയുള്ളത് ഇതിന്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന പനി, പിന്നെ കിഡ്നി തകരാറ് വന്ന് അതിനെ കൊണ്ടുണ്ടാകുന്ന ക്ഷീണം, അങ്ങനെയൊക്കെ വരാം. പക്ഷെ അതൊക്കെ വളരെ ലേറ്റ് സ്റ്റേജിലാണ്. ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമല്ലോ, അതിന്റെ സിംറ്റം എന്താണ് ഒരാൾക്ക് അനുഭവപ്പെടുക? അത് ഫ്രീക്വൻസി, മെയിൻലി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, ഒഴിക്കുമ്പോഴുള്ള വേദന, പിന്നെ ഒരു സ്മെല്ല്, ഫൗൾ സ്മെൽ ഓഫ് യൂറിൻ, ഇതൊക്കെയാണ് ബേസിക് സിംറ്റം. ഫീവർ വരാം. ഇൻഫെക്ഷൻ എവിടെ വന്നാലും പനിയായി മാറുമല്ലോ. നമുക്ക് ഈ പിനൈൽ ടിപ്പിലാണോ ഈ വേദന വരുന്നത്? ആക്ച്വലി ഈ മെയിൽസിൽ കൂടുതലായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പിനാൽ ടിപ്പിലാണ് പെയിൻ വരുന്നത്. പിന്നെ ഈ സ്റ്റോൺ ഡിസീസിന്റെ പെയിനും ഇനീഷ്യലി തുടങ്ങുന്നത് ബാക്കിലാണെങ്കിലും അത് റേഡിയേറ്റ് ചെയ്ത് വന്ന് അവസാനം പെനിസിൽ ടിപ്പിലേക്ക് പോകുന്നൊരു സ്റ്റേജ് വരും. നമ്മൾ ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രിവെൻഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തത് വെള്ളം കുടി നല്ലോണം പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. 2, നമ്മൾ ഈ നോൺ വെജ് ഡയറ്റ് ഉണ്ടല്ലോ, അത് മാക്സിമം അത് കുറക്കാൻ നോക്കുക, അളവ് കുറക്കാൻ നോക്കുക. നമുക്ക് മിനിമം ഒരു റിക്വയർമെന്റ് ഉണ്ട് ബോഡിയുടെ. അനാവശ്യമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡും അതൊക്കെ കഴിച്ച്, പ്രത്യേകിച്ച് എസ്പെഷ്യലി നോൺ വെജ് ഐറ്റംസ്, ഈ ചിക്കൻ, മട്ടൺ, ബീഫ്, അങ്ങനത്തത് എന്തായാലും പ്രോട്ടീൻ ആണല്ലോ. എന്ത് പ്രോട്ടീൻ ആയാലും അൾട്ടിമേറ്റ്ലി അത് യൂറിക് ആസിഡായി മാറും, മെറ്റബോളിക് പ്രൊഡക്റ്റ്. ഒന്നത്. പിന്നെ ഉള്ളത് ഉപ്പിന്റെ അളവില്ലേ, സോൾട്ട് ഒരു പ്രശ്നമാണ്. സോൾട്ട് അധിക അളവ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ചാൻസ് എപ്പോഴും കൂടുന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് ഡോക്ടറുടെ അടുത്ത് വരുന്ന പേഷ്യൻസിലൊക്കെ ഇതിനുള്ള ഒരു റീസൺ ആയിട്ട് ഡോക്ടർക്ക് എന്താണ് തോന്നാറുള്ളത്? ഇന്ന കാരണം കൊണ്ടായിരിക്കും അങ്ങനെ? ഇപ്പോഴേ വളരെ എളുപ്പത്തിൽ പറയാൻ ഡയറ്റാണ്. അവരെല്ലാവരും പുറത്തുള്ള എക്സ്റ്റേണൽ ഹോട്ടലിലും അല്ലെങ്കിൽ പോയി ഫുഡ് കഴിച്ചിട്ടുള്ള ശീലം ഉണ്ടല്ലോ, കുറച്ച് കൂടുതലാണ്. വെള്ളം കുടിയും ഇല്ല. ഇത് രണ്ടുമാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. ഓക്കെ. നമ്മൾ ഏർലി സ്റ്റേജിൽ ഈ കിഡ്നി സ്റ്റോൺ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അഡ്രസ് ചെയ്യാൻ ഡീൽ ചെയ്യാൻ പറ്റും. അതിൽ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഏർലി സ്റ്റേജിൽ ഇത് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ്, ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് സംശയം തോന്നിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കും പലരും. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പലർക്കും ചെറിയ ചെറിയ സ്റ്റോൺസ് ആയി കിഡ്നിയിൽ കാണും. ഇത് കണ്ടപ്പോഴേ ഇവർ പേടിച്ച് ഇത് എന്തോ പ്രശ്നമായെന്ന രീതിയിൽ വരുന്നവരുണ്ട്. അൾട്ടിമേറ്റ്ലി ചെറിയ 2-3 മില്ലിമീറ്റർ സ്റ്റോൺസ് ഒക്കെ വലിയ പ്രശ്നമില്ല, അത് തനിയെ അങ്ങ് യൂറിനിൽ പോയിക്കോളും. ഇതാണ് കാണുന്നത്. പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് സ്പെക്ട്രം ഉണ്ട്.
അതായത് ഒരു വേദന വന്നു, സ്റ്റോൺ വന്നു, കിഡ്നി നീര് വന്നു, നീര് വന്ന് കിഡ്നി തകരാറാകുന്ന സ്റ്റേജിൽ പോലും ചിലപ്പോൾ വേദന കാര്യമായി ഫീൽ ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ആ കേസിലൊക്കെ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാവും. അതായത് കിഡ്നിയിൽ നിന്ന് കിഡ്നി ഒരു ഓർഗൻ ആണല്ലോ, ഒരു ട്യൂബ് ഉണ്ട് താഴെ ഇറങ്ങി വരുന്നത്. ഈ ട്യൂബിലോട്ട് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ കിഡ്നി ബ്ലോക്ക് ആയി, പിന്നെ അതിന് യൂറിൻ ഫ്ലോ ഇല്ല, അപ്പോഴാണ് ഡാമേജ് വരുന്നത്. ഈ ഡാമേജ് വന്ന് ഒരു 2 വീക്സ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കിഡ്നി പെർമനന്റ് ഡാമേജിലേക്ക് പോകും, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു പീരീഡിൽ ഇത് ഡീൽ ചെയ്യണം. ഇതാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ കിഡ്നി സ്റ്റോണിനുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ കുറച്ചുകൂടി ഹയർ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മേ ബി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും. അതെ അതെ അതെ, അത് ഹയർ സ്റ്റേജ് അല്ല, ആക്ച്വലി പ്രോബ്ലമാറ്റിക് സ്റ്റോൺസ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ നമ്മുടെ ഈ ഹൈ ഡിമാൻഡിങ് ജോബ്സ്, ഈ മെർച്ചന്റ് നേവി, പൈലറ്റ്സ്, ഇവർക്കൊക്കെ ഏത് സ്റ്റോണും ട്രീറ്റ് ചെയ്യണം. അത് ജോലിയുടെ ഭാഗമായിട്ട് ഒരു എമർജൻസി അവർക്ക് പോസിബിൾ അല്ലല്ലോ. നമുക്ക് തോന്നുമ്പോ യൂറിൻ പാസ് ചെയ്യാൻ സൗകര്യം, യൂറിൻ പാസ് ചെയ്യുന്നതല്ല, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ, ഓഫ് ഷോർ ഒക്കെ ഉള്ളവർക്ക് ഇത് നേരത്തെ ട്രീറ്റ് ചെയ്താൽ അവർ ജോലിക്ക് എടുക്കുള്ളൂ. അതുണ്ട്. അത് അവർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ലൊക്കേഷൻ ആൻഡ് സൈസ് എല്ലാ സ്റ്റോണും ട്രീറ്റ് ചെയ്യണം. ഇതാണ് എല്ലാ സ്റ്റോണും ട്രീറ്റ് ചെയ്യേണ്ട ഒരേ ഒരു കാറ്റഗറി പേഷ്യൻസ്. ബാക്കിയുള്ളവർക്ക് ഒരു കിഡ്നി ട്യൂബിലോട്ട് ഇറങ്ങി കിഡ്നി ഡാമേജ് ആവുന്ന സിറ്റുവേഷൻ, അതല്ല ഇനി വലിയ സ്റ്റോൺ ആണെങ്കിൽ ഇത് ഇറങ്ങി പോകില്ലല്ലോ. മിനിമം ഒരു 6-7 mm കൂടുതലൊന്നും ഈ കിഡ്നിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാനുള്ള ഒരു വലിപ്പമല്ല. എന്തായാലും അത് ബ്ലോക്ക് ആവും പോകുന്ന വഴി. ഇപ്പൊ കിഡ്നി ഡാമേജ് ചെയ്യും, നമുക്ക് നേരത്തെ മനസ്സിലാവും. ഇതൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അതല്ല ഇനി സിവിയർ പെയിനായി ബ്ലോക്കായി വന്നു, എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു ചില കേസിലൊക്കെ മെഡിസിൻ കൊടുത്തു നോക്കും, ഇല്ലെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി വഴി ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഓപ്പൺ സർജറി ആയിരുന്നു, ഈ കീറി മുറിക്കുക, പല ടൈപ്പിന്. അതിന് ലാപ്രോസ്കോപ്പി വന്നു. ലാപ്രോസ്കോപ്പിയിലും കീ ഹോൾ ഉണ്ട്, പക്ഷെ അതിനുശേഷം വന്നത് എൻഡോസ്കോപ്പി. അത് കുറെ വർഷമായി, കഴിഞ്ഞ ഒരു 20 yearsോളായി എൻഡോസ്കോപ്പി പ്രൊസീജിയർ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻ മൂത്രാശയം അല്ലെങ്കിൽ കിഡ്നിയുടെ ട്യൂബ്, ഇതിൽ മാത്രമേ നമുക്ക് റീച്ച് ഉണ്ടായിരുന്നുള്ളൂ. കിഡ്നിയുടെ ഉള്ളിലോട്ടുള്ള പ്രവേശനം അന്ന് സാധ്യമായില്ലായിരുന്നു. പക്ഷെ അതിന് അന്നുള്ള ഓൾട്ടർനേറ്റീവ് കീ ഹോൾ ആയിരുന്നു. കിഡ്നി സൈഡിലൂടെ, ബോഡിയുടെ സൈഡിൽ ഒരു ഹോൾ ഇട്ട് കിഡ്നിയിലോട്ട് പോകുന്നു. അപ്പോൾ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് അതിലൂടെ തന്നെ പുറത്തെടുത്ത് കളയുന്നു. പക്ഷെ അതിനൊരു പ്രോബ്ലം ഉണ്ട്, ഈ കിഡ്നിയിൽ ഹോൾ വേണമല്ലോ. ഈ ഹോൾ എപ്പോഴും റിസ്ക് ആണ്, അത് അടക്കാൻ പറ്റില്ല, അത് അടയും, തനിയെ അടയും. റിസ്ക് അതല്ല, ഈ കിഡ്നി ഭയങ്കരമായി ബ്ലഡ് ഫ്ലോ ഉള്ളൊരു ഓർഗനാണ്. അപ്പൊ ഇത്രയും ബ്ലഡ് ഫ്ലോ ഉള്ള ഒരു ഓർഗനിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കുമ്പോൾ അതിന് ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കാതെ ഒരവസ്ഥ വരാം. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആൻജിയോ എംബോളൈസ് ഒക്കെ ചെയ്യേണ്ടി വരാം. റെയർ കേസിൽ കിഡ്നി എടുത്ത് കളയേണ്ടിയും വരാം. ഇതാണ് നമ്മുടെ മുന്നേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ, ചലഞ്ച്. ഇപ്പോഴ് ഈ RIRS വന്നു. RIRS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിക്ചറിൽ കാണാം. അപ്പൊ ഈ ഇപ്പോഴ് RIRS എന്ന് പറഞ്ഞ ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ് ആണ്. ഇതിൽ കാണുന്ന പോലെ എൻഡോസ്കോപ്പ് ഒരു കിഡ്നിയിൽ മൂത്രാശയത്തിൽ കയറി, അത് മൂത്രനാളി, കിഡ്നി ടു ബ്ലാഡർ കണക്ട് ചെയ്യുന്ന യൂറിറ്റർ എന്ന് പറയും, ആ ട്യൂബിലോട്ട് കയറി അതിനുശേഷം കിഡ്നിയിലെ പല അറകളുണ്ട്. ഈ അറകളിൽ പോയി ഓരോ അറയിലും നോക്കി ചെറിയ ചെറിയ സ്റ്റോൺസ് പോലും ലേസർ വെച്ച് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ലേറ്റസ്റ്റ് ഇപ്പോൾ ഉള്ള അവൈലബിൾ ടെക്നിക്ക്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വഴിയിലൂടെയാണ് പോകുന്നത്. ഫ്രഷ് ആയിട്ട് പുതിയ മുറിവ് ഉണ്ടാക്കുന്നില്ല, കീ ഹോൾ ഇല്ല. അപ്പോൾ ഇതിപ്പോ ലേസർ, പല ടൈപ്പ് ലേസർ ഉണ്ട്. ഇപ്പോഴൊരു തൂലിയം ഫൈബർ ലേസർ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ലേസറിൽ എത്ര വലിയ സ്റ്റോൺ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഈ പൗഡർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് തനിയെ എടുത്തു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വലിയൊരു 4 cm സ്റ്റോൺ പൗഡർ ആയി കഴിഞ്ഞാൽ ഒരു 10,000-20,000 ചെറിയൊരു പീസസ് ആവും. ഓരോന്നും പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, തനിയെ പോകും. ഇപ്പൊ അതില് കുറച്ചും കൂടെ നല്ല ഒരു ടെക്നോളജി, ഫാൻസ് ഷീത്ത് എന്ന് പറഞ്ഞൊരു ടെക്നോളജി വന്നു. അതിനും ശേഷം, അതായത് ഇതിന്റെ ഒരു അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഈ ലേസറിൽ. അപ്പൊ ഈ കിഡ്നിയുടെ അടിഭാഗത്ത് ലോവർ കാലിക്സ് എന്ന് പറയും, അവിടെ ഇരിക്കുന്ന കല്ലുകൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈവൻ ഇതിനും ഒരു ഫ്ലെക്സിബിൾ സ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഈ വളവിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ലോവർ കാലിക്സിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസ് ഉണ്ടാവും. അപ്പൊ ആ സ്റ്റോൺസ് പൊടിച്ചാൽ അത് അവിടെ കിടക്കുകയുള്ളൂ. അപ്പൊ അതെടുക്കാൻ വേണ്ടി ഈ ഒരു ഫ്ലെക്സിബിൾ ആൻഡ് നാവിഗബിൾ ആക്സസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ട്യൂബ് ഇതിന്റെ പുറകെ ഇടും. അതിന്റെ അകത്തൂടെ ഇത് അവിടെ കൊണ്ടുപോയി എടുത്തു കളഞ്ഞാൽ ഇതെല്ലാം ആസ്പിറേറ്റ് ഇതെല്ലാം എടുത്ത് കളയാൻ പറ്റും. ഈ ഫ്രാഗ്മെന്റ്സ് ഒക്കെ എടുത്ത് കളയാൻ പറ്റും. അപ്പൊ എത്ര വലിയ സ്റ്റോണും ഒറ്റ സിറ്റിംഗ് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷെ 2-3 സിറ്റിംഗ് എടുത്തിട്ട് മുറിവില്ലാതെ ഇത് ചെയ്തു തീർക്കാൻ പറ്റും.
ഇന്നിപ്പോ കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഇപ്പോൾ പറഞ്ഞതാണോ? ഇതാണ് ഏറ്റവും അവൈലബിൾ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ ഇത്? അത് മേജർ യൂറോളജി സെന്ററിലൊക്കെ ഉണ്ടാവും. അഡ്വാൻസ് യൂറോളജി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. എത്ര നാളായിട്ട് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും? വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 5-6 ഇയേഴ്സോളായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഫാൻസ് ഷീത്ത് ഇങ്ങനത്തെ അഡ്വാൻസ്മെന്റ് ഒക്കെ വന്നിട്ട് ഒരു 1 ഇയർ ഒക്കെ ആയതേ ഉള്ളൂ ഓക്കെ. ലേറ്റസ്റ്റ്.